ത്രിയേക ദൈവത്തിന് സ്തുതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതം മുഴുവൻ വ്യത്യസ്തരായവരോട് ആദരവ് പ്രകടിപ്പിച്ചതിൻ്റെ കഥകളാണല്ലോ. പലവിധ വ്യാധിയാൽ വ്യത്യസ്ത ദുരിതം അനുഭവിക്കുന്നവരുടെ സംഗമ സ്ഥലമാണ് ആ ബത്സൈദ കുളക്കടവ്. വിശേഷിച്ച് 38 വർഷമായി രോഗിയായ ഒരാളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. യേശു കർത്താവ് ആ മനുഷ്യന് നൽകിയ ആദരവിൻ്റെ കഥയാണ് ഈ വേദഭാഗം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. വാക്യം 5-6. വ്യത്യസ്തകളെ കണ്ടറിഞ്ഞ് വേണ്ടതുപോലെ ഓരോ വ്യക്തികളോടും ഇടപെടുന്ന കർത്താവിനെ ഈ വരികളിൽ ധ്യാനിക്കുകയാണ്. ദൈവം എല്ലാവരോടും ഒരേ രീതിയിലല്ല ഇടപെടുന്നത്. ഓരോരുത്തരുടെയും വേദനകളും വൈരുദ്ധ്യങ്ങളും വൈരൂപ്യങ്ങളും കണ്ടറിഞ്ഞ് താൻ ഇടപെടേണ്ടതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞും ഇടപെടുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് ഭംഗി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിലും ഓരോരുത്തരും അറിഞ്ഞിടപെടാൻ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭംഗി വർദ്ധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. ആ അസാധാരണ ചോദ്യം കൊണ്ട് ആ മനുഷ്യൻ്റെ മനസ്സിനെ പ്രത്യാശയിലേക്കും ഉണർവിലേക്കും ക്ഷണിക്കുകയായിരുന്നു. ശരീരത്തെ രോഗം കയറിപ്പിടിച്ച് കിടക്കകളിൽ ആയിപ്പോയവരോടും ജീവിതത്തിൻ്റെ തിരക്കഥ ആകെ മാറിമറിഞ്ഞ് ആർക്കും മനസ്സിലാകാൻ കഴിയാതെ വരുമ്പോഴും എല്ലാ വൈരുദ്ധ്യങ്ങളെയും അറിഞ്ഞ് അടുത്തു വന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റം കൽപ്പിക്കാൻ മനസ്സും ശക്തിയും ചൈതന്യവുമുള്ള ദൈവത്തെ ഈ വരികളിൽ ധ്യാനിച്ചെടുക്കുകയാണ്. ചില ജീവിതത്തിൻ്റെ വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും ഒക്കെയാണ് നമ്മെ ദൈവത്തിങ്കിലേക്കും ദൈവത്തെ നമ്മിലേക്കും അടുപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ വ്യത്യസ്തതകളെ പരിഹസിക്കാൻ പോലും മടി കാണിക്കാത്ത ലോകമാണിതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. നമ്മിലെ വ്യത്യാസങ്ങളെ പരിഗണിച്ച് നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ബെഥസ്ദാ കുളക്കരയിൽ പലരും ഉണ്ടായിരുന്നു. പക്ഷേ യേശു ആ 38 ആണ്ട് കുളക്കരയിൽ കിടക്കേണ്ടി വന്നവനോട് ആദ്യം ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലായ്പ്പോഴും വ്യക്തിപരമായിട്ടാണ്. എല്ലാവരോടും ഒരേ രീതിയിലല്ല ദൈവം ഇടപെടുന്നത്. ദൈവത്തിൻ്റെ വഴികളും സമയവും വ്യത്യസ്തമാണ്. ആ മനുഷ്യൻ കിടന്നുപോയ ആ 38 ആണ്ടിനെ ആദരിച്ചുകൊണ്ട് തന്നെ അവനെ ജീവിതത്തിൻ്റെ മറ്റൊരു സാധ്യതകളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന കർത്താവ് നമുക്കുമൊരു പ്രതീക്ഷ തന്നെയാണ്. ഒരുപക്ഷെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെയാവാം നാം കടന്നു പോകുന്നത്. അതിനുള്ളിലെല്ലാം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മിലെല്ലാവരും ഒരുപോലെ ആയിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഒരേ രീതിയിൽ മാത്രമേ പ്രകടിപ്പിക്കാനാകൂ. നമ്മുടെ ജീവിത വ്യത്യസ്തതകളിൽ ദൈവത്തിന് വൈവിധ്യമാർന്ന രീതിയിൽ ഇടപെടാൻ അവസരങ്ങളായി മാറുകയാണ്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വാക്യം 7. വ്യത്യസ്തമായി സാഹചര്യങ്ങളെ സമീപിക്കുവാൻ യേശു കർത്താവ് മാതൃകയായി മാറുകയാണ്. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങണം എന്നുള്ളതാണ് ആ കുളക്കരയിലെ കളി. പക്ഷേ യേശു കർത്താവ് വെള്ളം കലങ്ങുന്നതിനായി കാത്തിരിക്കുന്നില്ല. കർത്താവ് അവനോട് ചോദിച്ചു, നിനക്ക് മറ്റൊരു ജീവിതത്തിന് മനസ്സുണ്ടോ? ഉണ്ടെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്നും ഗ്രഹിച്ച കർത്താവ് അവനെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ സമൂഹത്തിൻ്റെ ആ രീതിയെ കൂട്ടുപിടിക്കുകയല്ല, പിന്നെയോ കാര്യങ്ങളെ വ്യത്യസ്തമായി കണ്ട് തനിക്ക്
ചെയ്യാൻ കഴിയുന്നത് അവനായി ചെയ്യാൻ ഇഷ്ടത്തോടെ നിൽക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. എപ്പോഴും ഏതൊരു കാര്യത്തിലും സമൂഹത്തിന് ഒരു വെപ്പുണ്ട്. എന്നാലോ സമൂഹം ചിന്തിക്കുന്നതിന് കൂടെ ചിന്തിച്ച് ആ സമൂഹത്തോട് ചേർന്ന് നിശ്ചലമായി ഇനി വെള്ളം കലങ്ങുന്ന നേരം വരെ കാത്തു നിൽക്കാൻ കർത്താവിന് ഇഷ്ടമല്ല. പിന്നെയോ കർത്താവ് തൻ്റെ കരുണയുടെ കണ്ണിൽ കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലായ്പ്പോഴും വ്യത്യസ്തമാണ്. ഒരു നിശ്ചിത സമയമില്ല, ഒരു രീതിയില്ല. അവൻ്റെ സമയത്ത് കാര്യങ്ങളെ നിർവഹിച്ച് പൂർത്തിയാക്കുന്ന കർത്താവ് നമ്മയും ക്ഷണിക്കുന്നത് കരുണയിലൂടെയും സ്നേഹത്തിലൂടെയും ഒരു നിമിഷം പോലും പാഴാക്കാതെ കാര്യങ്ങളെ നിർവഹിച്ച് മുന്നോട്ട് ഗമിക്കാൻ തന്നെയാണ്. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. വാക്യം 8-9. കിടക്കുന്നവനെ കണ്ടു നിൽക്കുന്ന ആത്മീയതയും കിടക്ക എടുത്ത് നടത്തിക്കുന്ന ആത്മീയതയും ഈ വരിയിൽ കാണാം. ബലഹീനതകളും ദൗർബല്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ കർത്താവിന് പ്രവർത്തിക്കാനുള്ള വേദികളായിരുന്നു. അവിടെ ഒക്കെ ദൈവനാമം മഹത്വപ്പെട്ടിട്ടുമുണ്ട്. കാഴ്ചക്കാരായി നിൽക്കാൻ ആർക്കും പറ്റും. ഒരുപക്ഷെ എനിക്ക് ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് കരുതി മാറി നിൽക്കുന്നതും പതിവാണ്. അല്ല, ആ കലങ്ങുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ എനിക്കാരുമില്ല എന്ന സങ്കടത്തിൻ്റെ വാചകം നമ്മുടെയൊക്കെ നേരെയുള്ള ആരോപണമായി മാറാൻ ഇടയുണ്ട് എന്നാർക്കാണ് അറിയാത്തത്? ആ കലങ്ങുന്ന വെള്ളത്തിന് സൗഖ്യമാക്കാൻ ശക്തി ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ സഹായിക്കാൻ ആരുമില്ല എന്ന അവൻ്റെ നെടുവീർപ്പിലിന് കണ്ടു നിന്നവർ കുറ്റക്കാരായി മാറുന്ന നേരം വരും എന്നത് ഉറപ്പാണ്. നമുക്കൊരു ദൈവമുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യർ പരിധിയും പരിമിതിയും പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ദൈവം അരികിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് അതിരില്ല, പരിമിതിയില്ല. കിടക്കുന്നവൻ നടക്കണം എന്ന് ആരാഗ്രഹിക്കുന്നുവോ അവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കാനിരിക്കുന്നത് എന്നത് വാസ്തവം തന്നെയാണ്. സഹതാപത്തോടെ നോക്കി നിൽക്കുന്നവരുടെ ആ കെട്ട ആത്മീയതയിൽ നിന്നും കിടക്കയെടുത്ത് നടക്കുവാൻ സഹായിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമായ ആത്മീയതയിലേക്ക് നമ്മളും വളരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.